പുലികളി കല തന്നെയാണോ അതോ വെറും ഒരു കാഴ്ചയാണോ? വി.കെ. ശ്രീരാമന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ ഈ ചോദ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പുലികളിയുടെ ചരിത്രം, പാരമ്പര്യം, ജനകീയത എന്നിവ തേടിപ്പോകുമ്പോൾ നമ്മൾ എത്തുന്നത് തൃശൂർ നഗരത്തിൽ തന്നെയാണ്. ഒരു ജനതയുടെ ആവേശത്തിന് നടുവിലേക്കാണ്. പുലികളെ കാത്തിരിക്കുന്ന ഒരു നഗരം. ചെണ്ടയുടെ താളം ഉയർന്നു തുടങ്ങുന്നു. അതാ ആൾക്കൂട്ടം ഇളകുന്നു. ഇടയിലൂടെ വരിവരിയായി പുലികളുടെ വരവാണ്. എന്തിനാണ് ഈ മനുഷ്യർ പുലിയാകുന്നത്? ഈ കൗതുകത്തിന് പിന്നിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കഥയുണ്ട്. തൃശൂരിന്റെ ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ നിറവും ജനകീയതയും നൽകാൻ രൂപം കൊണ്ട വിനോദരൂപം കാലം കടന്നപ്പോൾ ഒരു ജനകീയ കലാരൂപമായി വളർന്നു. അന്ന് തുടങ്ങിയ കളി ഇന്ന് ഓണത്തിന്റെ തന്നെ അടയാളമായി മാറി. പക്ഷേ പുലികളിയെ വെറുമൊരു വേഷം കെട്ടലായി കണ്ടാൽ അത് കഥയുടെ പകുതി മാത്രമായി പോകും. പുലിയൊരുക്കം ഒരു കലാപ്രക്രിയയാണ്. ശരീരത്തെ ക്യാൻവാസാക്കി മാറ്റണം. മഞ്ഞ, കറുപ്പ്, ചുവപ്പ് അങ്ങനെ വരകൾക്ക് കൃത്യത വേണം. മുഖത്ത് വന്യത വേണം. ശരീരചലനത്തിൽ പുലിയുടെ സ്വഭാവം വേണം. പതിയെ പതിയെ ആ മനുഷ്യൻ പുലിയായി മാറും. പതിഞ്ഞ ചുവടുകൾ പുറപ്പെടും. ചെണ്ടയുടെ രൗദ്രതാളം പുലിക്ക് ജീവനേകും. താളം മുറുകും, ചുവടുകൾ മാറും, കൈകൾ ഉയരും, ശരീരം വളയും, കുമ്പകൾ കുലുങ്ങും, ആരവം ഉയരും. ഇവിടെയെല്ലാം വേണം. ചിത്രകല, അഭിനയം, നൃത്തം, സംഗീതം എല്ലാം. പല കലകൾ ചേർന്ന് പുലികളിയാകുന്നു. അത് ഒരു കൂട്ടത്തിന്റെ ജനകീയ കലയും വിനോദവുമാണ്. നാടിന്റെ ആഘോഷമാണ്. ചരിത്രം പഴയതാണ്, കല നാടനാണ്. പക്ഷെ ആവേശം അതുമാത്രം ഓരോ വർഷവും പുതിയതാണ്. തൃശൂരിന്റെ തെരുവുകൾ കാത്തിരിക്കുന്നു അരമണി കിലുക്കം കേൾക്കാൻ. പുലികളി വെറുമൊരു ഓണക്കാഴ്ചയല്ല, തലമുറകളിലൂടെ കൈമാറിയ ജനകീയ കലയുടെ ജീവനുള്ള അടയാളമാണ്. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ.